എവ്രിവൺ, നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുള്ളത്. എന്താണ് ബ്ലർബ് റൈറ്റിംഗ്? അതെന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ബുക്കിന്റെ ബാക്കിലുള്ള ഡീറ്റെയിൽസിനാണ്. അതായത് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബുക്കിൽ എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ബുക്കിൽ ഏതൊരു കാര്യത്തെ പറ്റിയിട്ട് ഏതാണ് ഇതിന്റെ തീം, ഇതിവൃത്തം എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അതിനാണ് ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബ്ലർബ് റൈറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സീക്രട്ട് നമുക്ക് സെറ്റാക്കാം. അതിന്റെ ഒരു ഫോർമാറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ, സെറ്റ് ആക്കിയാലോ, റെഡി ആക്കിയാലോ? യെസ്. ആദ്യം തന്നെ ഇതാ ആ ഒരു ബ്ലർബ് റൈറ്റിംഗിലെ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ്. ആദ്യം നിങ്ങൾ എന്താക്കുക, ഇതുപോലൊരു ബോക്സിനുള്ളിലായിരിക്കണം നമ്മൾ ബ്ലർബ് റൈറ്റിംഗ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവരൊരു ടൈറ്റിൽ കൊടുക്കുക, ആ ഒരു ബുക്കിന്റെ ടൈറ്റിൽ കൊടുക്കുക, റൈറ്റർ നെയിം, അതായത് ആരാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുക. അതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തരും. ബുക്കിന്റെ നെയിം കൊടുത്തിട്ട് പറയാം, ബൈ ഈ ഒരു ബുക്ക് എഴുതിയ ആളുടെ പേര്, വണ്ടർഫുൾ നോവലോ സ്റ്റോറിയോ പോയം കളക്ഷൻ ഏതോന്നായിരിക്കുമല്ലോ. ഇതൊരു എന്താണ്, ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് ഏതും അപ്ലൈ ചെയ്യാൻ പറ്റും. ടെൽസ് അബൌട്ട് ഡാഷ്, എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സാഡ് സ്റ്റോറി അല്ലെങ്കിൽ ട്രാജഡി ക്ലൈമാക്സിൽ ഒരു സാധനം, അങ്ങനെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തരും അല്ലേ. ബ്യൂട്ടിഫുൾ മാനർ, നല്ല വൃത്തിക്കാണ് പറഞ്ഞത്. റൈറ്ററുടെ പേരും പോയറ്റിന്റെ പേരും നോവലിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹിസ് ഓൺ ഇൻ ദ വേൾഡ് ഓഫ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ. അതായത് ക്രിയേറ്റീവ് ലിറ്ററേച്ചറിന്റെ വേൾഡിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. എന്തും തള്ളി വെക്കാൽ, അതായത് പുകഴ്ത്തി പറയാണ്. ഹി ഡെപിക്ട്സ് ഹിസ് വ്യൂസ് ആൻഡ് യൂണിക്നെസ് ഇൻ ഹിസ് വർക്ക്. ഈ ഒരു വർക്കിൽ അദ്ദേഹത്തിന്റെ ഒരു യൂണിക്നെസ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. റൈറ്റിംഗ് സ്റ്റൈൽ അമേസിംഗ് ആണ്. അതിന് എക്സ്പ്ലനേഷന്റെ അപ്പുറത്താണ് അല്ലേ, അവർണ്ണനീയമാണെന്നൊക്കെ നമുക്ക് എന്താക്കാം പറയാൻ പറ്റും. സോ വി കാൺ ഷട്ട് അവർ ഐസ് അഗെയിൻസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദിസ് ബുക്ക്. ഇത് എല്ലായിടത്തും യൂസ് ചെയ്യാം. അതായത് നമുക്ക് കണ്ണ് അടയ്ക്കാൻ തോന്നാത്ത രീതിയിൽ അടിപൊളിയാണെന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അത് പുകഴ്ത്തി പറയാം. ബുക്കിന്റെ പേര് പറഞ്ഞിട്ട് ഇൻസ്പയർസ് യങ് മൈൻഡ്സ് ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റഡ് വേൾഡ്. കുറച്ചുകൂടി അടിപൊളി ലോകത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജി തരുന്നു, അല്ലെങ്കിൽ എന്താക്കുന്നു, ഇൻസ്പിറേഷൻ തരുന്നു. ഇറ്റ് ടച്ചസ് ഡീപ്പ് ഇൻ ഓൾ ടുഡേസ് മൈൻഡ്. വായിക്കുന്ന എല്ലാവരുടെ മൈൻഡിലും എന്താക്കുന്നു, ഒരു ടച്ച് നൽകുന്നു എന്നൊക്കെ പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ്. ഏതെങ്കിലും ഒരു പബ്ലിഷറുടെ പേര്, ചിലപ്പോൾ മിക്കവാറും നമുക്ക് ആ പബ്ലിഷറുടെ പേര് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിഷർ കൊടുക്കുക, ഏതെങ്കിലും ഒരു വർഷം കൊടുക്കുക, അദ്ദേഹത്തിന്റെ മറ്റു നോട്ട്, ഇതൊക്കെ മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഓക്കെ, ആ ബുക്കിന്റെ പേര്, അദ്ദേഹം എഴുതിയുള്ള മറ്റു ബുക്കിന്റെ പേരും, ആ ബുക്കിന്റെ പ്രൈസും, ആ ബുക്കിന്റെ പബ്ലിഷറുടെ പേര് ഇവിടെയും കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് നിങ്ങൾക്കുള്ളതാണ്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എത്ര മാർക്ക്? 6 മാർക്കിന് നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ബ്ലർബ് റൈറ്റിംഗ് എഴുതാൻ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ബുക്ക്, അതിൻ്റെ കംപ്ലീറ്റ് പെരുമ്പടം ശ്രീധരനാണ് ആ ഒരു ബുക്കിൻ്റെ നോവലിൻ്റെ ഓതർ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റാക്കാൻ പറ്റും അല്ലേ. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകളെ പറ്റി വന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു 6 മാർക്കിന് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മാച്ച് ബോക്സിലുള്ള ആശപൂർണദേവി. ആ ഒരു മാച്ച് ബോക്സിലുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലുള്ള തീമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് അടിപൊളിയാണ്, സൂപ്പറാണ്, ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ബ്ലർബ് റൈറ്റിംഗ് എഴുതി നോക്കുക. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്, മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്, ഗ്രാമർ ആവട്ടെ, അതുപോലെ തന്നെ ഏതെങ്കിലും ചാപ്റ്റർ ആവട്ടെ, ഏതെങ്കിലും ഡിസ്കോഴ്സുകളാവട്ടെ, ജസ്റ്റ് കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. ബൈ. താങ്ക് യു ഓൾ.